നീ കൂട്ടിട്ട് വന്നോ? നമ്മൾ റിപ്ലൈ ചെയ്യുന്നില്ല എന്നല്ല, യൂട്യൂബിൽ വളരെ ചുരുക്കം ആൾക്കാർ പറയുന്നുണ്ടെങ്കിലും വളരെ ചുരുക്കം ആൾക്കാർ പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ മാസം ഹോസ്പിറ്റൽ അതെല്ലാം കഴിഞ്ഞ് നമുക്ക് അസുഖങ്ങൾ വന്നു പോകുമ്പോൾ ദുരന്തം വേറെയും വന്ന് അപ്പൊ എല്ലാം കൂടി ആയിട്ട് നമ്മൾ അയ്യോ പറഞ്ഞു പഠിപ്പിച്ചതാന്ന് പറയേയില്ല. എടാ ശരിക്കും പറയടാ, അച്ഛൻ വന്ന് എന്നെല്ലാം പറയടാ, നല്ല രസം ഉണ്ടാവും. അച്ഛൻ വന്ന്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായി നമ്മളൊരു വ്ളോഗ് ഇട്ടിട്ട്, അപ്പം ഇന്ന് എന്തായാലും ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇന്നത്തെ വ്ളോഗ് വേറെ ലെവൽ വ്ളോഗ് ഇരിക്കൂല. അല്ല നീ സൈഡിൽ നിന്ന് ചിരിക്കണ്ട, നീ ഇവിടെ വന്നിട്ട് ചിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര അടിപൊളി വീഡിയോ ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നിങ്ങൾക്കറിയാം, കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു വ്ളോഗ് ഇടുന്നു. പിന്നെ ആ വ്ളോഗിൽ പ്രത്യേകിച്ചിട്ട് ഞാനുണ്ട്. അതിൻ്റെ ഒരു ഇത് എന്തായാലും ആ വ്ളോഗിൽ എന്നെ പോത്താൽ എനിക്ക് ആരുടെയും ആവശ്യം ഇല്ല. അപ്പോൾ ഏതായാലും കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പോകണം, അത്രയേ ഉള്ളൂ. ഞാൻ 2 ദിവസമായി എത്തിയിട്ട്. അപ്പോൾ ഇനി കുറച്ച് ദിവസം വ്ളോഗെല്ലാമായിട്ട് ഉണ്ടാവും. എന്താ ഇടുക എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും ആലോചിച്ചില്ല. നമുക്ക് നിങ്ങൾക്ക് അറിയാലോ, എല്ലാ പ്രാവശ്യം വന്നാലും ഒന്ന് ഞാൻ വന്നു എന്നുള്ള, രണ്ടാമത്തെ ഒരു കുക്കിങ്, മൂന്നാമത്തെ ഒരു ചെറിയൊരു യാത്ര, 4 തിരിച്ചു പോകുന്നത്. അങ്ങനെ എല്ലാ പ്രാവശ്യം വന്നാൽ ഈ 4 സാധനം. അത് കഴിഞ്ഞാൽ പിന്നെ വ്ളോഗ് സ്റ്റോപ്പ്. പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ സെയിം ഇതന്നെ, വരുന്നു പോകുന്നു. നമ്മളതിൽ പ്രത്യേകിച്ച് വ്ളോഗ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. അതിൻ്റെ ഇടക്ക് ഒരു കല്യാണം കഴിച്ചു, അതൊരു വ്ളോഗ് ഉണ്ടായി. അതിൻ്റെ ഇടക്ക് എച്ചൂട്ടം വന്നു. അല്ല കല്യാണം കഴിച്ചത് കുറച്ച് കാലം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത്. അത് കുറച്ച് നമ്മൾ സീരിയലാക്കി. അതിന് ശേഷം എച്ചൂട്ടൻ ഇപ്പം വന്നത് 2 വ്ളോഗ് 3 വ്ളോഗ് അതുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നിലവിലിപ്പോൾ ഈ പണ്ടത്തെ ആ റൊട്ടൈനിൽ തന്നെ പോകും, വരുന്നതും പോകുന്നതുമായിട്ട്. അപ്പോൾ ഞാൻ വരുന്നത് പറഞ്ഞ്, അപ്പോൾ അതിന് മുന്നേ കുറേ ആൾക്കാർ കമൻറ്റിൽ ഇങ്ങനെ ചോദിച്ചിരുന്നു, പിന്നെ രേഷ്മിൻ്റെ ടീച്ചിങ് വീട്ടിലേക്ക് കൂട്ടിയിട്ട് വന്നോന്നെല്ലാം. ഞാൻ 2 ആഴ്ച മുന്നേ ഇവിടെ എത്തി. പക്ഷേ ഞാൻ വരുന്നത് വരെ നിങ്ങളോട് ആരോടും പറയാണ്ട് വെച്ചത്, ഏത് സകല ഷോർട്സിലും ഉണ്ട് ഇവള്. എന്നോട് രാവിലെ തന്നെ ടീച്ചറും പറയാം, ഒന്നത് പറയട്ടെ, എന്നോട് പറയാം, ഞാൻ വന്നത് ഞാൻ ഇതുവരെയായിട്ട് ഇവരോട് പറഞ്ഞിട്ടില്ല, നമുക്കതൊരു വ്ളോഗ് ആക്കണ്ടേ. ഞാൻ പറഞ്ഞ 5 ഷോർട്സിലൊക്കെ ഈടുന്ന് പേരങ്ങുന്ന വീഡിയോ. അങ്ങനെയല്ല, വ്ളോഗ് ആക്കണമെന്ന് പറഞ്ഞതാണ്. പിന്നെ എന്തിനാ ഇത് പ്രത്യേകിച്ച് പറയണ്ട? അതല്ല, നമുക്ക് വ്ളോഗിൽ അത് പറയണം. ഞാൻ ആയിക്കോട്ട് പറയാ, എന്നാ പിന്നെ 2 ആൾ വന്നത് ഒന്നിച്ചങ്ങ് പറയാം. പറ, ഞാൻ വന്നു വന്നില്ലേ നീ? വന്നത് അവരറിഞ്ഞീനി. അറിഞ്ഞാ വന്ന തന്നെ ഒരു ചെറിയൊരു മിണ്ടി വീക്കം കൊണ്ടാണ്. അതുകൊണ്ടാണ് ആ സമയത്ത് കേട്ടാ. മിണ്ടി വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നമുക്കറിയില്ല. അതായത് നമ്മൾ അമ്മയല്ലേ ഈടിങ്ങനെ നീര് വരൂലേ? അപ്പൊ ആ നീര് വരുന്നു, നിങ്ങളെ നാട്ടിൽ എന്താ പറയാന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ മിണ്ടി വീക്കം, നീരിറക്കം എന്നുള്ള ചില സ്ഥലത്ത് പറയുന്നത്. അപ്പൊ അത് വന്നിട്ടുണ്ടായിരുന്നു വരുന്ന സമയത്ത്. അപ്പൊ അതുകൊണ്ടാണ് ആദ്യം നമ്മുടെ അന്വിക്ക് വന്ന്, എനിക്ക് ചെറുങ്ങനെ വന്നിട്ടുള്ള ഭാഗ്യത്തിന്. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് വന്നത്. ഇവരാന്ന് ഇവിടെ നിന്നിനി, ഇവരാ നോക്കിയതും കാര്യങ്ങൾ 2 ആഴ്ച അങ്ങോട്ടേക്ക് വന്നിട്ടേ ഇല്ല. 10-15 ദിവസം എന്നെ കാണാണ്ട് വന്നിനി. എന്നിട്ട് പോലും അനക്കാന്ന് തേടി പിടിച്ചു വന്നത്. നിന്റെ കളി അതല്ലേ. എന്നിട്ട് എന്തോ ആവട്ടെ. അപ്പൊ അതുകൊണ്ടാണ് ആ സമയത്ത് വരുന്നതും വന്നതും. വന്നിട്ട് ഏകദേശം 2 ആഴ്ചയോളായി. അതുകൊണ്ടാണ് അന്നേരം പിന്നെ സുഖമില്ലാണ്ടുള്ള ഉള്ള സമയമായതുകൊണ്ടാണ് പിന്നെ വ്ളോഗൊന്നും എടുക്കാതിന്. നിങ്ങളെല്ലാവരും ഷോർട്സിൽ കമന്റിൽ കണ്ടിന് എന്നാ പറ്റിയ സുഖമില്ല ഹോസ്പിറ്റലിൽ നിന്നുള്ള വീഡിയോ നമ്മൾ ഇട്ടപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായി. അന്ന് നമ്മൾ കമന്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു, കണ്ടവർക്കറിയാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളുള്ളത്. പിന്നെ ഇവൻ അഡ്മിറ്റ് ആയാലോ അതൊന്നും നമ്മൾ വ്ളോഗ് പറഞ്ഞിട്ടില്ല, വ്ളോഗ് എടുത്തിട്ടുമില്ല. അന്നേരം അതും പറഞ്ഞിട്ടില്ല. ഇവൻ അഡ്മിറ്റ് ആയത് നിങ്ങളെ ഫുള്ള് കുറച്ച് പണിയെല്ലാം എടുത്ത് ഞാൻ ഇതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന കണ്ടിട്ട് നിങ്ങൾ ചിലപ്പോൾ കമന്റ് പറയും കേട്ടാ. ഇത് എൻ്റെ ഒരു ശീലമാണ് കേട്ടോ, ഇതിങ്ങനെ ഇതെന്താണെന്നറിയില്ല, കൈ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്നാ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലുള്ള സമയത്ത് വീഡിയോ എടുത്തിട്ടില്ല. സുഖമില്ലാണ്ട് കിടക്കുമ്പോൾ വ്ളോഗ് എടുക്കായിട്ട് തന്നെയാണ്. പിന്നെ ഒരു സ്ഥലത്തിനല്ല വീഡിയോ സായി ബാക്കിൽ ക്യാമറ പിടിച്ച് നിൽക്കുന്നുണ്ട്. പാവം, ഒന്നും പറയാൻ പോലും പറ്റാതെ
ഞാൻ വന്ന സന്തോഷത്തിലാണ് അവനുള്ളത്. വാക്കുകൾ അവന് കിട്ടുന്നില്ല. അവന് ഇടർച്ച വരുന്നു പറയുന്ന സമയത്ത്. ഞാൻ അതിന് ശേഷം ഞാൻ അവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ക്യാമറക്ക് പിന്നിൽ നിന്നോ. കാരണം അവൻ ആ സന്തോഷം കൊണ്ടൊന്നും വാക്കുകൾ കിട്ടുന്നില്ല. ഞാൻ കുറെ നോക്കി. സ്ഥലം ഒന്ന് നമ്മൾ മാറ്റിയതാണ്. സ്ഥലം മാറ്റി സ്റ്റാൻഡിൽ വെച്ചിട്ട് വന്നിരുന്നിട്ട് രണ്ടാമത് കണ്ടിട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് തുടങ്ങാൻ പറഞ്ഞു. അപ്പൊ ഒരുത്തെ ഇത് ഇടക്കിടക്ക് സ്വാഗതം എന്നോട് കുറച്ച് നമ്മൾ സ്ഥലം മാറിയിട്ട് നമുക്കൊന്ന് മര്യാദയ്ക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് മാറ്റിയിരുന്നു. എൻ്റെ ഇവൻ എന്നോട് പറഞ്ഞു തുടങ്ങിക്കുന്ന അപ്പോഴും എല്ലാവർക്കും കുറേ ആയില്ലേ വ്ളോഗ് എടുക്കാതെ, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. സാറിന് പറഞ്ഞു ശരിയാവും 2 ദിവസം കൊണ്ട് നമുക്ക് ശരിയാക്കി എടുക്കാം കേട്ടാ. നീ ഇങ്ങനെ സുഖമില്ലാണ്ട് കിടന്നേരം എല്ലാവരും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു എന്നേനും പറ്റിയ കാര്യങ്ങളല്ലോ. ഒന്ന് പറഞ്ഞു കൊടുത്താട്ടെ അവർക്ക് എന്നേനും പറ്റിയെന്ന് പറഞ്ഞു കൊടുത്താട്ടെ. ആശുപത്രിയിൽ എന്തിനേനും പോയിനി അതെല്ലാം മാറ്റിട്ട് കൊഞ്ചാണ്ട് പറ പറ. എന്നിട്ടോ ആശുപത്രി പോയിട്ട് പിന്നെയോ എത്ര ദിവസം സൂചിച്ചു? സംഭവം ആടുന്ന് വരാൻ തോന്നുന്നില്ല. മറ്റേ ടൂർ പോകൂലേ, അത് കണക്കേനും ആടാ. അവിടെ പോന്ന് ലിഫ്റ്റ് കയറുന്നു ഇറങ്ങുന്നു, ആദ്യം ലിഫ്റ്റ് കയറി പോന്ന് ഓടുന്ന അതിലൂട്ടെല്ലാം പോകുന്നു. എന്ത് സുഖേനല്ലേ. അവിടുന്ന് വരണ്ടേന്ന് നോക്കുമ്പോൾ വേണ്ട ആക്കിട്ട് നിന്നാ മതി. അതെയാ നീ അങ്ങനെല്ലാം പറഞ്ഞാ സംഭവം ഇവര് മറ്റേ പിന്നെ ഇത് കുട്ടിയായതിനു ശേഷം അന്ന് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടിരുന്ന ഒരു വീഡിയോ കൂട്ടിക്കൊണ്ടുവന്നിട്ടാകുമ്പോൾ അങ്ങനത്തെ ഒരു വ്ളോഗ് അതെല്ലാം എടുക്കാൻ പ്ലാനായിരുന്നു കേട്ടാ. ഇപ്പൊ പറഞ്ഞല്ലോ വന്ന തന്നെ മറ്റേ ഇതും വെച്ചിട്ടാണ് വന്നത്. അപ്പം പിന്നെ വിചാരിച്ച് അത് മാറിയിട്ടാകുമ്പോൾ എടുക്കാന്നെല്ലാം വിചാരിച്ച് നിന്ന് അല്ല കൂട്ടിക്കൊണ്ടിരുന്ന ചടങ്ങല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ വന്ന് എന്നുള്ളത് പറയണം എന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ എടുക്കണം ഞാൻ അന്നേ വിചാരിച്ച്. അന്ന് വരുന്ന സമയം മുതൽ ഇത് പിന്നെ കൈക്ക് മറ്റേ സിർജ് കുത്തുന്ന സാധനം. അപ്പോൾ ഞാൻ ഒരു ഷോർട്ട് എടുത്ത് തന്നെ അതിന് ഫുള്ള് കമൻറ്റ് അന്നാണ് ഇതും വെച്ചിട്ട് നിന്നിനി അതൊന്നും ഇതും വെച്ചിട്ട്. അതിന് മുമ്പ് അൻവീൻ്റെ കണ്ടൊരു അൻവീൻ്റെ അതും വെച്ചിട്ട് നിന്നിട്ട് ഇവർ രണ്ടാളും കഴിഞ്ഞ അവിടെ പിന്നെ അച്ഛൻ്റെ അതുപോലെ തന്നെ അച്ഛനും അഡ്മിറ്റ്. അങ്ങനെ എല്ലാവരും ആശുപത്രി മാസമായിരുന്നു നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ മാസം ഹോസ്പിറ്റൽ മാസം. അതെല്ലാം കഴിഞ്ഞ് നമുക്ക് അസുഖങ്ങൾ വന്നു പോകുമ്പോൾ ദുരന്തം വേറെയും വന്ന് അപ്പോൾ എല്ലാം കൂടി ആയിട്ട് നമ്മൾ ഈ മാസം നിങ്ങൾ ശക്തമായി പ്രതികരിക്കണം. നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ പ്രതികരിക്കണം. എന്നെ സ്നേഹിക്കുന്നവരെ മതിക്കണം. നീ എന്തിനാ ഒച്ചയാക്കുന്ന മൈക്കാൻ എടുക്കാം? ഒന്നാം മിണ്ടാണ്ടെക്ക് ഒച്ചയാക്കി പിന്നെ മൈക്കാൻ ഇങ്ങ് എടുക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രധാനമായിട്ട് ഇപ്പൊ ഒരാളെ ഇവിടെ നിങ്ങൾ കാണുന്നില്ല. ഞാനത് പറയാൻ വേണ്ടിട്ട് 3 പ്രാവശ്യമായി ഞാൻ ഇങ്ങനെ അത് പറയാൻ വേണ്ടിട്ട് നോക്കുന്നത്. അതിന്റെ ഇടക്കെല്ലാം ദുരന്തമെന്നെല്ലാം പറഞ്ഞു എനിക്ക് എന്തെല്ലോ പറയുന്നത്. ഞാൻ അതാ എന്നാ അപ്പൊ എച്ചൂടെ ഉറക്കാന്ന് ഞാൻ എച്ചൂട്ടിനും കൂടി കൂട്ടിയിട്ട് വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ നമ്മള് ഇപ്പൊ ഇതെടുത്തില്ലെങ്കിൽ ഇന്നത്തെ ദിവസം എടുക്കൂല. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇപ്പൊ തന്നെ എടുത്ത് നല്ല ഉറക്കാന്ന്. ഇങ്ങനെയെല്ലാം കാര്യങ്ങളില്ല. അപ്പൊ എന്തായാലും കുറച്ച് ദിവസമേ ഉള്ളൂ. ഞാൻ അധിക ദിവസമൊന്നും ഇല്ല. ഒരു എന്താ പറയാ 2 ആഴ്ചത്തേക്ക് വേണ്ടിയിട്ട് വന്നതാണ്. കുറച്ച് വീഡിയോസ് എല്ലാം ഉണ്ടാവും. എന്തായാലും കുറേ ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് അറിയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ. എന്നാലും മാക്സിമം വ്ളോഗ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മെയിൻ എൻ്റെ ഒരു കുക്കിംഗ് വീഡിയോ മിസ് ചെയ്യുമെന്ന് എനിക്കറിയാം. അത് ഞാൻ നല്ലൊരു സാധനം ഒരു ഡിഷ് നമ്മളെങ്ങനെയാണെന്ന് പറയാറ്. കണ്ട അത് പറയാൻ്റെ ഇടി ഓ എച്ചൂടിനെ കുറിച്ച് പറയിച്ചത് രേഷ്മിനെ കുറിച്ച് പറയാൻ വേണ്ടിട്ടായിരിക്കും. രണ്ടാളെ കാണുന്നില്ല എന്നുള്ള രീതി പറഞ്ഞില്ലല്ലോ. എച്ചൂടിനെ കാണുന്നില്ല അതുകൊണ്ട് പറഞ്ഞു. ശരി എച്ചൂട്ടിനെ കാണാനായിട്ട് എച്ചൂട്ടിനെ ഉറക്കാൻ നമ്മൾ പറഞ്ഞു. പക്ഷെ എന്നാലും ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് നോക്കുന്നുണ്ടേനു. എന്താ പറയാത്തത്? ഞാനൊക്കെ തിരിച്ചിട്ടാ ഞാൻ നോക്കുമ്പോ എന്റെ കൈ ഇങ്ങനെ ചുരണ്ടുന്നുണ്ട് കേൾക്കുന്നത്. ഞാനൊക്കെ സത്യമായിട്ടും മനസ്സിലായി. ഇവളിപ്പോ പറഞ്ഞു കേട്ടോ ഇറക്കം മനസ്സിലായി. ഓ ഞാൻ പറയാൻ കാത്തിരിക്കും. ഓളെ വീട്ടിൽ പോയിട്ടാണ് കേട്ടാ. ഓനെ മൊത്തം വിഷമം ഉണ്ടെങ്കിൽ 2 ദിവസമായി പോയിട്ട് അപ്പൊ ഇന്ന് വരും. അടുത്ത വീഡിയോനകത്ത് നമുക്ക് ഓളെയും കൂട്ടിട്ട് വരാം. ഇന്നിനിപ്പോൾ കുക്കിങ്ങിൽ അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും തിന്നലേ ഇല്ല. ഞാൻ ഉണ്ടാക്കിയ സാധനത്തിന് ചട്ടി വരെ പഠിക്കുന്നവനാണ്. നമ്മളെ ആരോ കമന്റിൽ ഇട്ടിരുന്നു നിങ്ങൾ പറയുന്ന പകുതി മനസ്സിലാകുന്നില്ല. ഒരു ട്രാൻസ്ലേറ്റ് നമുക്ക് എന്നാ അടുക്കളയിൽ പോയിട്ട് വരാം. നമുക്ക് അമ്മേനും കൂടി ഒന്ന് കാണിച്ചാലോ? അമ്മ വേറെ സമയമില്ലാന്നാ ഇല്ലെങ്കിൽ അടുക്കളത്തെ വാത്തുപാത്തയാണ്. അതായത് നമ്മളെ BGM ഇട്ട് കൊടുക്കണം. അങ്ങനെ തിരിച്ചു കാണിച്ചിട്ട് അങ്ങനെ സ്ലോ മോഷനിൽ പോവാ. ചിരിയെല്ലാം നോക്കിയിട്ട് നീ കൂട്ടിട്ട് വന്നോ? അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ?
ഇരുന്നോട്ട് സാഹിബിന്റെ സ്ഥല സാറിൽ ആളെ ഇരുന്നോട്ട്. സംഭവം ഇന്ന് ഈട് വന്നതിനുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ ഇതാ ഈ സാധനം ഇവിടെ എത്തിയത്, പിന്നെ ഇവരിവിടെ വന്നത്, പിന്നെ കയ്യിൽ ഇത്തിരി നാളെ സിർജ് കുത്തിയതിന്റെ കാരണം എന്താണെന്ന് നിങ്ങളെ അറിയിക്കല്, ഇതെല്ലാം കൂടിയിട്ട് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഇന്ന് എടുക്കാൻ ഉദ്ദേശിച്ചത് അല്ലേ മീ? അന്വിക്ക് പനി വന്നിട്ട് വിട്ടുമാറാണ്ട് ഒരു 3-4 ദിവസം പനിച്ചപ്പോ പോയി ടെസ്റ്റ് ചെയ്തപ്പോ ടൈഫോയിഡാന്ന് പറഞ്ഞു. ഏറ്റവും വലിയ കോമഡി അതാണ്. അൻവിക്ക് ഈ സംഭവം മുണ്ടിവിക്കും വന്നേരോ അത് പോകുന്ന വരെ വീഡിയോ ഉണ്ടായത്, നമ്മുടെ ഒന്നിച്ചാണ് ഉണ്ടായത്. അധികം പറയണ്ട, ഇനി എപ്പാ വരുവാന്ന് പറയാൻ കഴിയില്ല. അല്ല എന്തോ ആയിക്കോട്ടെ ഇവിടെ തന്നെ ഉണ്ടായത്. എന്നിട്ട് ഇവന്റെ മാറിയതിന്റെ പിറ്റേന്ന് പിന്നെ ഇവരുടെ അടുത്തേക്ക് പോയി, പിറ്റേ നോക്കുമ്പോൾ ഇവർക്ക് പോയി. സംഭവം എന്താ സംഭവിച്ചെന്ന് അറിയില്ല, ആടെന്തൊരു ട്വിസ്റ്റ് സംഭവിച്ചിന്. നീ നമുക്ക് ഉമ്മ കൊടുത്തിനാ നിന്നെ ഞാൻ ഓർക്കെന്ന് പറഞ്ഞിട്ട് ഇവരോട് ഇത്രയും പറഞ്ഞ് കിടന്നോ ബട്ടാ കരയണ്ട ഓർക്കോട്ടാ. അപ്പോൾ ഏറ്റവും വലിയ കോമഡി വേറെ ഒന്നുണ്ട് കേട്ടാ. ഞാൻ ഫസ്റ്റ് ദിവസം ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്കിതെല്ലാം മുൻകൂട്ടി അറിയായിരുന്നു. ജനസംഖ്യ കൂടിയിട്ടുണ്ട്, ഞാൻ മിക്കവാറും കിടക്കിയെടുത്ത് പുറത്തിറങ്ങേണ്ടി വരും, പായും കിടക്കിയെടുത്തിട്ടെന്ന് എനിക്കറിയായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ഒരു കട്ടിലൊരു പീസ് എക്സ്ട്രാ കയറ്റി കേട്ടാ. ഒരാളെ കഥ കേൾക്കണമെങ്കിൽ ഇവിടെ നമ്മളെല്ലാവരും ഒന്നിച്ച് കിടക്കുമ്പോൾ ഇതേപോലെ കിടന്ന് ഞാൻ എങ്ങനെ ഉണ്ടാവുക രാത്രി ഇങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം, നീ എങ്ങനെ ഉണ്ടാവല്. കട്ടിലിൻ്റെ പോഷൻ ഇങ്ങനെയാണ്, അങ്ങോട്ടേക്ക് കിടക്ക്. ഇങ്ങനെയുണ്ട്, ഞാൻ ഐഡിയ കിടക്കണ്ട്, ഇതാണ് അവസ്ഥ. അപ്പോൾ ഈ കട്ടിലിൽ എന്തെങ്കിലും തേച്ചപ്പാട് കിട്ടൂല നമുക്ക്. ഞാൻ എന്താക്കി പറയുന്നിട്ട് നമ്മളെ നാട്ടിലെ ഒരു ആചാര്യനെ കൊണ്ട് വരുന്നതിലും പിന്നെ ഒരു വെറുതെ ഇത് ഏതായാലും ഇതിൻ്റെ ഉള്ളിൽ കയറി കൊണ്ട് ഞാൻ പറഞ്ഞു ചേട്ടാ, ഇത്രയും പേരെ ഉണ്ടോ നിങ്ങൾ, ഇത്രയും പേരെ എൻ്റെ പഴയ കട്ടിലാട്ടോ ഇത്. എന്നിട്ട് ഈ ഒരു പീസ് കണ്ടോ നിങ്ങൾ, ഈ ഒരു ഇതേ ഡിസൈനിൽ ഇത്ര ഈട് നോട്ടിട്ടൊരു പീസ് ഞാൻ എന്താക്കി ഒരു കട്ടിലാക്കിപ്പിച്ച്. നമ്മളെ നാട്ടിലുള്ള ഒരു ഗിരീഷ് എന്ന് പറഞ്ഞ ഒരു ആശാരിനെ കൊണ്ട് ഇത്രയും വരെയുള്ളൊരു കട്ടിൽ വേറെ ഒന്ന് ആക്കിപ്പിച്ച് ഞാൻ ചെറിയൊരു പീസ്. എന്നിട്ട് ഞാൻ ഒരു ഫുൾ സൈസിലുള്ള കിടക്ക അങ്ങനെ സെറ്റ് ചെയ്തിട്ട് അവിടെ ഇട്ട് കൊടുത്ത്. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. ഇല്ലെങ്കിലും മോനെ നീ എന്നെ പുറത്ത് കത്തിക്കുമെന്ന് എനിക്കറിയാം മോനെ. അപ്പോൾ വെറുതെ കേരിയർ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കിടക്കാക്കിയിട്ടില്ലേ ഇത്? പക്ഷേ നല്ല അടിപൊളിയായിട്ടില്ലേ കാണുമ്പോൾ? ഒറ്റൊരു കട്ടിൽ പോലെ ഇല്ലേ? അമ്മ തരാണ് മാറ്റിയത് കാണുമ്പോൾ ഒറ്റ അതല്ലടാ, മറ്റേതല്ലടാ, അതല്ലടാ മാറ്റിയ. നിങ്ങൾക്ക് കാണുമ്പോൾ അത് പെട്ടെന്ന് നോക്കുമ്പോൾ തിരിയുന്നില്ലല്ലോ, അത് സെപ്പറേറ്റ് ഒരു പീസ് വെച്ച് തന്നു. ചെറിയൊരു കളർ വ്യത്യാസം കണ്ടാ അവിടെ അങ്ങോട്ടേക്കുള്ള, അതൊരു ചെറിയൊരു പീസാട്ടാ. നല്ല ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ കാക്കി തരണം പുറമേ നിന്ന് കാണുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ ഏച്ചം കൂട്ടുകയെന്ന് അറിയില്ലേ, അതുപോലെ തോന്നരുതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തു തന്നെ കേട്ടാ. ഈ ഒരു തൊട്ടിൽ നല്ല അടിപൊളി സെറ്റപ്പ് ആട്ടാ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അൻവിക്ക് വേണ്ടിയിട്ട് തൊട്ടിൽ കെട്ടിക്കൊടുത്തതെന്ന് വെച്ചാൽ സെൻട്രൽ ഹാളിൽ തന്നെ വലിയൊരു കയറെല്ലാം കെട്ടിയിട്ട് ആയിക്കൊടുത്തിന്. പക്ഷേ ഇപ്രാവശ്യം ഇവള് ഭയങ്കര ഇതായിട്ട് ഓൺലൈനിൽ നിന്ന് എന്നോട് ചോദിച്ച്, പിന്നെ ഏട്ടാ തൊട്ടിൽ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് കയറൊന്നും വേണ്ട ഇപ്രാവശ്യം. അതുമല്ല ഇവിടെ ഇങ്ങനെ കെട്ടാനുള്ള ഇതില്ല, അതുകൊണ്ട് ഒരു ഐഡിയ ഉള്ളൂ. ഈ പിന്നെ അല്ലെങ്കിൽ ആരെങ്കിലും തൊട്ടിൽ ഫാനിന്റെ മുകളിലാണ് കെട്ടുക? അല്ല, സാധാരണ മറ്റേ കയറുമ്പോൾ ഇങ്ങനെ കെട്ടൂലേ, അങ്ങനെ കെട്ടിട്ടില്ലേ ഉണ്ടാവുക. അതല്ലേ ഞാൻ പറഞ്ഞ, കഴിഞ്ഞ പ്രാവശ്യം കയറുമ്പിലാ കെട്ടീനി, ഇപ്രാവശ്യം കൊണ്ട് ജനലിന്റെ മുകളിൽ. എല്ലാവരും ഫാനും മുതലായിട്ട് ഇവിടെ ഇല്ല കെട്ടായി. എനിക്ക് അനങ്ങാണ്ട്. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് കൊണ്ട് പറഞ്ഞ് ജനലിന്റെ മുകളിൽ തന്നെ കൊളുത്തിയിടാൻ പറ്റുന്നത് മേടിക്കാന്ന് പറഞ്ഞിട്ട് ഇത് നല്ല സുഖമാട്ടോ, സംഭവം അടിപൊളിയാണ്. നമ്മൾ കിടക്കുന്നിടക്കെ തന്നെ ജനലിന്റെ മുകളിൽ ഇതേപോലെ അത് വെറുതെ കൊളത്തിയിടുന്ന സംഭവം കേട്ടോ. അത് വേണ്ടെങ്കിൽ നേരെ തിരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് എടുക്കുകയും ചെയ്യാം. പൊട്ട് തൊട്ട് കൊടുക്കൂ, പിന്നെന്താ കുപ്പായത്തിന് ബട്ടൺസ് ഇട്ട് കൊടുക്കൂ, എല്ലാം ഇട്ട് കൊടുക്കും. ഭയങ്കര സ്നേഹം കേട്ടാ ഏട്ടനല്ലേ. ഏട്ടനല്ലേ അല്ലേ? ആ, ഏട്ടന് ഭയങ്കര ഇഷ്ടാ. അപ്പം വേറൊന്നുമില്ല, എന്നാ പിന്നെ എല്ലാരോടും വൈ പറയാ. 2 ആഴ്ചത്തേക്ക് വെറുപ്പിക്കലായിട്ടുണ്ടാവും പറഞ്ഞുകൊണ്ട്. വെറുപ്പിക്കല് നിങ്ങൾക്ക് തീരെ സഹിക്കുന്നില്ലെങ്കിൽ കമന്റിൽ ചെറുതായിട്ട് പറഞ്ഞു കേട്ടോ, അല്ലാണ്ട് രൂക്ഷമായിട്ട് ആരും പറയരുത്. ചെറിയ രീതിയിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നിർത്താം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മെച്ചപ്പെടുത്താൻ കൊല്ലങ്ങളായിട്ട് തന്നെയാണ് വലിയ മെച്ചമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാലും അതിനെ പോലെ നോക്കാം നമുക്ക്. അപ്പോൾ ഷോർട്സ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്, അതിലൊരുപാട് സന്തോഷം. പിന്നെ കമൻറ്റിൻ്റെ കാര്യം കൂടിയാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. കുറേ ആൾക്കാർ കമൻറ്റിൽ, ഇപ്പോൾ ഫേസ്ബുക്കിലായാലും, ഫേസ്ബുക്കിലാണ് കൂടുതലായിട്ട് കമൻറ്റിൻ്റെ ഇത് കാണുന്നത്. ഇതിപ്പോൾ ഫേസ്ബുക്കിൽ ഞാൻ വീഡിയോ ഇടുമെന്നറിയില്ല, എന്നാലും ഞാൻ പറയാം, ഫേസ്ബുക്കിലാണ് കൂടുതലായിട്ട് കമൻറ്റിനെ കുറിച്ചിട്ടുള്ള ഇത് വരുന്നത്. അതായത് നമ്മൾ റിപ്ലൈ ചെയ്യുന്നില്ല എന്നല്ല. യൂട്യൂബിൽ വളരെ ചുരുക്കം ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ വളരെ ചുരുക്കം ആൾക്കാർ പറയുന്നുണ്ട്. സത്യം പറയാലോ, നമുക്കത് ആഗ്രഹമില്ലായിട്ടൊന്നുമല്ല. നമ്മളിപ്പോൾ ഇത് പറഞ്ഞാൽ ഒരിക്കലും നിങ്ങളത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്കറിയാം. കാരണം നമ്മളായാലും സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നൊരു കാര്യമാണ്,
നിങ്ങൾ സ്നേഹത്തോടെ ചെയ്യുന്ന കമൻറ്റുകളാണ്. അതിന് റിപ്ലൈ തരേണ്ട മര്യാദ നമുക്കുണ്ട്, 100% ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. ഒരിക്കലും ഞങ്ങളെ ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഒരു സാഹചര്യം ഒന്ന് പറയാമെന്ന് മാത്രമേ ഇതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾ ആ സെൻസിൽ ഇനി എടുക്കുക. ഒന്നാമത് നിങ്ങൾക്കറിയാം, അറിയുന്നവർക്കറിയാം, നമ്മൾ ചെറിയ ജോലിയും കാര്യങ്ങളിലായിട്ട് അതിൻ്റെ തിരക്കിൽ തന്നെ പോകുന്നതാണ്. ആ കൂട്ടത്തിൽ നമ്മൾ ഒരു വീഡിയോ എടുക്കുന്ന ബുദ്ധിമുട്ട്, നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും അവരെടുക്കുന്ന എഫേർട്ട് എത്രയാണെന്നുള്ളത്. അതേപോലെ തന്നെ ചെറിയൊരു വീഡിയോ, 1 മിനിറ്റുള്ള വീഡിയോ ആണെങ്കിൽ പോലും അതിന് ഒരുപാട് സമയം എടുക്കുന്നുണ്ട് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ എഡിറ്റിങ്, ഈ ജോലിൻ്റെ നടുക്ക് അതും നടക്കണം, ഈ എഡിറ്റിങ്. ഞാൻ ഈ ബസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എഡിറ്റ് ചെയ്യലും കാര്യങ്ങളും ഇതൊന്നൊരു ന്യായീകരണമായിട്ട് നിങ്ങൾ തോന്നരുത്. ഇത്രയെല്ലാം നിങ്ങൾക്ക് ചെയ്യുന്നെങ്കിൽ പിന്നെ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാനോ നിങ്ങൾക്ക് പറ്റാത്തതെന്നും ചോദിക്കുന്നവരുണ്ടാവാം. അവരോടാ പറയുന്നത്, സംഭവം ന്യായീകരിക്കുന്നില്ല. എന്നാൽ പോലും ആ കമൻറ്റ് ചെയ്യുന്ന സമയം കൂടി വീഡിയോ എഡിറ്റ് ചെയ്യാൻ നമ്മൾ എടുക്കുന്നത്, ഒന്നുകിലല്ലേ ഷൂട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. അതിൻ്റെ ഇടക്ക് എല്ലാം കൂടി പറ്റാത്തതുകൊണ്ടാണ് എന്ന് വിചാരിച്ചിട്ട് കമൻറ്റ് വായിക്കുന്നില്ല എന്നല്ല, കിട്ടുന്ന സമയങ്ങളിൽ വായിക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ടൈപ്പ് ചെയ്ത് റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലും എന്തെങ്കിലും മെയിനായിട്ട് ഇപ്പോൾ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ചോദിച്ചപ്പോൾ അതും അന്ന് പോസ്റ്റ് ചെയ്യൽ മാത്രം ഇവൻ ചെയ്യും, പിന്നെ ഇവൻ്റെ പണീൻ്റെ നടക്കാവും. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഫേസ്ബുക്ക് തുറന്ന് നോക്കുമ്പോൾ അങ്ങനെ കമൻറ്റ് 1-2 കണ്ട്, പക്ഷേ ഇവനത് കണ്ടില്ല. ഞാൻ അപ്പോൾ ഇവിടുന്ന് വിളിച്ച് പറഞ്ഞ്, എടാ ഇങ്ങനെ ഒരു കമന്റ് എല്ലാം വന്നിട്ടുണ്ട്, ഒന്ന് റിപ്ലൈ കൊടുക്കണം, അല്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് പറഞ്ഞത്. അന്നേരം ഇവൻ അതിന്റെ ഇടക്ക് നോക്കിയെടുത്ത് ഈ ഇഞ്ചക്ഷൻ വെച്ചതിന്റെ ഒരു സംഭവം ഇങ്ങനെ കണ്ടിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാനിത് ഷെഡ്യൂൾ ചെയ്ത് വെക്കുന്നതല്ലേ, സമയത്ത് കിട്ടുന്ന സമയം എന്താക്കും, ഒരു ടൈം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് ഞാനങ്ങ് പോകും. ഇത് അപ്ലോഡായി 1 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെയായിരിക്കും ഞാൻ പ്ലേ ചെയ്ത് നോക്കുന്നുണ്ടാവുക. അപ്പോഴത്തേക്ക് കമൻറ്റ് ഇങ്ങനെ വന്നിട്ടുണ്ട്, നിങ്ങളോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഇത്രയും ചോദിക്കുന്നത്, നിങ്ങൾക്കൊരു റിപ്ലൈ തന്നൂടെ, നിങ്ങളെ അങ്ങനെ ഇങ്ങനെ മറ്റു കുറേ ആൾക്കാർ. എനിക്കാകെ സങ്കടമായിപ്പോയി. ഞാനെന്നിട്ട് കമൻറ്റ് ഇങ്ങനെ പനിയായിരുന്നു കുഴപ്പമില്ല എന്നിട്ട് പിൻ ചെയ്ത് അവിടെ വെച്ചു. കാരണം എല്ലാവർക്കും റിപ്ലൈ കൊടുക്കൽ നിങ്ങൾക്ക് അറിയാലോ, അങ്ങനെ ചെയ്ത് വെച്ചു. അപ്പോൾ അങ്ങനെ മെയിനായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിപ്ലൈ ചെയ്ത് പിൻ ചെയ്ത് വെക്കും. പിന്നെ റിപ്ലൈ ചെയ്യാൻ ഇനിയും ശ്രമിക്കാം, പരമാവധി നമ്മൾ ശ്രമിക്കാം. വേറെ ഇപ്പം എന്താ അത്രേ, ഇതൊരു ന്യായീകരിക്കലല്ലോ നിങ്ങൾ. ഒന്നുകൂടി ഞാൻ പറയുന്നത് ന്യായീകരിക്കുന്നതല്ല. അവർ വിചാരിക്കും ഇങ്ങനെ എടുക്കാനും സമയമുണ്ട്, എഡിറ്റ് ചെയ്യാൻ സമയമുണ്ട്, നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ സമയമുണ്ട്, പിന്നെ നിങ്ങൾക്ക് റിപ്ലൈ ഒന്നും ചെയ്യാൻ പറ്റാത്തതെന്ന് ചിന്തിക്കുന്നവർ. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് നോക്കുന്നില്ല, നമ്മൾ അടുത്ത വീഡിയോന്റെ കാര്യമായിട്ട് എടുക്കാനും ഇതാക്കാനും നിൽക്കുകയും. കമൻറ്റ് നല്ല നല്ല കമൻറ്റുകൾ വായിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് ഞാൻ. ആ ചെറിയ സമയത്താണെങ്കിലും ഒന്ന് സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ വായിച്ച് പോകാൻ എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ്. ഞാനത് ചെയ്യലുണ്ട് മാക്സിമം. അതുകൊണ്ട് നല്ല കമൻറ്റുകൾ ഇനിയും ഇടണം. ഒരു ടാറ്റ പറഞ്ഞേ. ആ ലൈറ്റ് അല്ല ടാറ്റ. അടുത്ത ബൈ, സീ യു. പുതിയ എന്തോ സാധനം കേട്ടോ അത്. അപ്പോൾ എല്ലാവരോടും ഒക്കെ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.